കണ്ണൂരിൻ്റെ ഫുട്ബോൾ ഇതിഹാസം. ചട്ടവാസുവിന് ഫുട്ബോൾ മാത്രമായിരുന്നു ജീവിതം. ചട്ടവാസുവിൽ നിന്നും പരിശീലനം നേടിയവർ കാൽപന്ത് കളിയിലൂടെ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തി. കേരളത്തിനകത്തും പുറത്തും നൂറുകണക്കിന് ശിഷ്യന്മാർ. കണ്ണൂരിൻ്റെ ഫുട്ബോൾ ലോകത്ത് അജയ്യമായ ഇരിപ്പിടം സ്വന്തമാക്കിയാണ് വാസുവേട്ടൻ മറഞ്ഞത്. അവിവാഹിതനായ അദ്ദേഹം വിട പറയുമ്പോൾ സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. നല്ലൊരു കളിക്കാരൻ, കാൽപന്ത് കളിക്കാരുടെ പ്രിയ കോച്ച്, ഒരു കളിക്കാരൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന സ്നേഹനിധിയായ സഹോദരൻ, ഇതെല്ലാമായിരുന്ന ചട്ടവാസുവിൻ്റെ സ്മരണക്കായി കണ്ണൂരിൽ അണ്ടർ-15 ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. ഗുരുതുല്യനായി കരുതുന്ന വാസുവേട്ടൻ്റെ ശിഷ്യന്മാരും ആരാധകരുമാണ് ബ്രദേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. ചട്ടവാസുവിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ക്ലബ്ബ് ലീഗ് സംഘടിപ്പിച്ചിരുന്നു. ബ്രസീലും ജർമ്മനിയും അർജന്റീനയും സ്പെയിനുമെല്ലാമായി ടീമുകളെ തരംതിരിക്കും. കുട്ടികൾക്കൊപ്പം ചട്ടവാസുവിൻ്റെ പരിശീലനത്തിലൂടെ മുന്നേറിയ പ്രമുഖ താരങ്ങളെയും അണിനിരത്തും. തീപ്പാറുന്ന കളി തീരുമ്പോൾ ഇളമുറക്കാർക്ക് ഏത് താരത്തോടും എതിരിടാനുള്ള ആത്മവിശ്വാസം കൈവരും. ശാരീരികക്ഷമത, അച്ചടക്കം എന്നിവയിലായിരുന്നു ചട്ടവാസുവിൻ്റെ ശ്രദ്ധ. 60കളിൽ ഒളിമ്പ്യൻ സൈമൺ സുന്ദർരാജിനെയും ലണ്ടൻ കോച്ച് രാഘവനെയുമൊക്കെ കണ്ണൂരിലെത്തിച്ച് ചട്ടവാസു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന ചട്ടവാസു ആരോടും വലിപ്പച്ചെറുപ്പമില്ലാതെ ഇടപെടുന്ന ആളാണ്. ചട്ടവാസു ബാക്കി വെച്ചുപോയ കളി ആവേശം അദ്ദേഹത്തിൻ്റെ ശിഷ്യരും ആരാധകരും ചോരാതെ ഇന്നും നിലനിർത്തുന്നു. ഒരു മഹൽ വ്യക്തി ഒരു ജീവിതം മുഴുവൻ സ്പോർട്സിന് മുഴുവൻ, ഞാൻ പറയുന്ന സ്പോർട്സിന്, അതായത് ബ്രദേഴ്സ് ക്ലബിന് ഫുട്ബോൾ ടീമുണ്ട്, ക്രിക്കറ്റ് ടീമുണ്ട്, ഹോക്കി ടീമുണ്ട്, ഷട്ടിൽ ടീമുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും പ്രോത്സാഹനം കൊടുക്കുകയും അതിൽ ഏറ്റവും പ്രധാനമായി ഒരു ഫുട്ബോൾ കളിക്കാരനായും ഫുട്ബോൾ കോച്ചായും ജീവിതം മുഴുവൻ സ്പോർട്സിന്, പ്രത്യേകിച്ച് ഫുട്ബോൾ ഗെയിമിന് വേണ്ടിയിട്ട് ജീവിതം ത്യജിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയെ ഇന്ന് കേരള മണ്ണിൽ തന്നെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ചട്ടവാസു സ്മാരക അണ്ടർ-15 ഫുട്ബോൾ ടൂർണമെന്റ് കണ്ണൂരിൽ നടന്നു. കണ്ണൂർ പോലീസ് ടർഫിൽ നടന്ന മത്സരത്തിൽ 6 ടീമുകൾ മാറ്റുരച്ചു. കണ്ണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ അനുരൂപ്, നിതീഷ് എന്നിവർ ചേർന്ന് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് കളിക്കാരെ പരിചയപ്പെട്ടു. വാശിയേറിയ മത്സരത്തിൽ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് കണ്ണൂർ ബ്രദേഴ്സ് ക്ലബിനെ തോൽപ്പിച്ച് വളപട്ടണം ഫുട്ബോൾ അക്കാദമി ജേതാക്കളായി. വിജയികൾക്ക് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിക് മഠത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിന്നേഴ്സിനും റണ്ണറപ്പിനുമുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്തത് വെയ്ക്ക് മുൻ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പനക്കാട്ടാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന് മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ. ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ്. ഗ്രീൻസ്, റിഫ്രഷിംഗ് യുവർ നീഡ്സ്.